ആലപ്പുഴ ആറാട്ടുപുഴയിൽ നിന്ന് വൈകിട്ട് പുറത്തുവന്ന വാർത്തയുടെ നടുക്കത്തിലാണ് നമ്മളുള്ളത്. തെരുവ് നായയുടെ ആക്രമണത്തിൽ വയോധിക ദാരുണമായി കൊല്ലപ്പെട്ടു. വലിയഴീക്കൽ സ്വദേശി കാർത്തിയായനിയാണ് മരിച്ചത്. ഇവരുടെ മുഖം പൂർണ്ണമായി നായ കടിച്ചെടുത്തു. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ മകന്റെ വീട്ടിലെത്തിയതായിരുന്നു ഇവർ. അതിദാരുണം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്ന. പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ ഈ തെരുവ് നായ ശല്യം പതിവാണ് എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത്? പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ് മനീഷ് മഹിബാൽ? റിജിത്ത്, ഈ സംഭവം ഉണ്ടായ സ്ഥലം ആലപ്പുഴ പഞ്ചായത്ത് 6-ാം വാർഡിൽ വലിയഴീക്കൽ അഴീക്കോടൻ നഗറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തകഴി സ്വദേശിനിയായിട്ടുള്ള 81-കാരി കാർത്തിയായനി അമ്മ, മകൻ പ്രകാശിന്റെ ഭാര്യ വീട്ടിലാണ് പ്രകാശ് താമസിക്കുന്നത്. കൊല്ലത്ത് ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരനാണ് പ്രകാശൻ. അങ്ങനെ പ്രകാശന്റെ വീട്ടിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഇടയ്ക്കൊക്കെ അമ്മ വന്ന് നിൽക്കാറുണ്ട്. അങ്ങനെ ഇന്ന് ഈ വീടിന്റെ പുറത്ത് മുറ്റത്ത് ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു ഈ അമ്മ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. മകൻ ജോലിക്ക് പോയി, ഭാര്യ അവിടെ വലിയഴീക്കൽ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് പോയി. അങ്ങനെ വീട്ടിലാരും ഇല്ലാത്ത സമയമായിരുന്നു. വീടിന്റെ പുറത്ത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചിരുന്നു. ഇതിന്റെ മണം പിടിച്ചാണ് ഈ നായ എത്തിയതെന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെ നായ ആക്രമിച്ചു. പക്ഷേ ഈ വിവരം പുറം ലോകം അറിയുന്നത്, നാട്ടുകാരും ബന്ധുക്കാരും അറിയുന്നത് മകനും ഈ ഭാര്യയും വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ്. വീട്ടുമുറ്റത്ത് അമ്മ തറയിൽ, അതായത് ഈ മണ്ണിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ മുഖം നോക്കുന്ന സമയത്താണ് കണ്ണ് മാത്രമാണ് ഉള്ളത്. വലത്തെ കണ്ണൊഴിച്ച് ബാക്കി മുഴുവൻ ഭാഗവും നായ കടിച്ചെടുത്ത പോലെയാണ് കിടക്കുന്നത്. ആ സമയത്തും പൂർണ്ണ ബോധരഹിതയല്ല അമ്മ, കാർത്തിയായനി അമ്മ. അവിടെയുള്ള നാട്ടുകാരെയൊക്കെ തന്നെ വിളിച്ച് ഉടൻ തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലും വണ്ടാനത്തെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സമീപത്തുള്ള നാട്ടുകാർ പറയുന്നത് ഉച്ചയോടുകൂടി ഈ നായ്ക്കളുടെ ശബ്ദം കേട്ടിരുന്നു. ഈ വീട്ടിനകത്ത് വെച്ച് നായ്ക്കളുടെ ശബ്ദം, ഒന്നിലധികം നായ്ക്കളുടെ ശബ്ദം കേട്ടിരുന്നു. പക്ഷേ അവിടെ ഈ തീരദേശ മേഖലയായതുകൊണ്ട് തന്നെ പതിവായി തെരുവ് നായ ശല്യം സ്വാഭാവികമായി ഉള്ള സ്ഥലമാണ്. അങ്ങനെ തെരുവ് നായ്ക്കൾ സാധാരണ കിടന്ന് കുരയ്ക്കുന്നതാണെന്നാണ് കരുതിയത്. പക്ഷേ ഈ രീതിയിൽ ഒരു 81-കാരിയെ തെരുവ് നായ്ക്കൾ, ഒരു നായയല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്, ഒന്നിലധികം നായ്ക്കൾ ഉണ്ടായിരിക്കാം, അങ്ങനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി ഈ രീതിയിൽ മുഖം വികൃതമാക്കി. അത് ശരി, മകന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാനെത്തിയ വയോധികയ്ക്കാണ് അതിദാരുണമായ മരണം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ അത് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല. വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്, വലിയ നടുക്കമുണ്ടാക്കുന്ന, വലിയ വേദനയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്.